ആളുകളും അതായത് 42 വർഷം 98 സിനിമകൾ 5 ഭാഷകൾ ഇതാണ് എൻ്റെ സിനിമാ പ്രായം. പക്ഷേ ഞാൻ എൻ്റെ സിനിമ ചെയ്തത് 3ആയിട്ടാണ് കാണുന്നത്. അതായത് സിനിമ കാണുന്ന കാലം, സിനിമ സ്വപ്നം കണ്ട കാലം, സിനിമയുടെ സ്വപ്നം യാഥാർത്ഥ്യമായ കാലം. ഇവിടെ ഈ അവാർഡ് വാങ്ങുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സിനിമ കാണുന്ന കാലം, സിനിമ സ്വപ്നം കണ്ട കാലത്തും എൻ്റെ മനസ്സിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലത്തേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ തോന്നുന്നത്, അതായത് നോസ്റ്റാൾജിയ എന്ന് പറയും. അതായത് ചില മണം കേട്ടാൽ, ചില സ്ഥലം കണ്ടാൽ, ചില പാട്ട് കേട്ടാൽ നമുക്ക് ആ കാലം ഓർമ്മ വരും, നമ്മൾ നടന്നു വന്ന വഴികൾ ഓർമ്മ വരും, നമ്മളെ അച്ചീവ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ഓർമ്മ വരും. ഇതെല്ലാം വരുന്നൊരു നൊസ്റ്റാൾജിയുണ്ട്. ആ നൊസ്റ്റാൾജിയാണ് എന്നെ സംബന്ധിച്ച് ദേവരായൻ മാഷ്. പണ്ടത്തെ കാലത്ത്, അതായത് ഓരോ പാട്ട് ഇപ്പോൾ തന്നെ ശരചന്ദ്രവർമ്മ ഇവിടെ ചക്രവർത്തിനിയൊക്കെ പാടിയപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് എൻ്റെ കോളേജ് കാലമാണ്, കോളേജ് തുടങ്ങിയ കാലം. എനിക്ക് അതെൻ്റെ മനസ്സിലേക്ക് തെളിയും. അങ്ങനെ ദേവരായൻ മാഷിനെയും പലപ്പോഴും നോക്കിയിട്ടുണ്ട്. പല പാട്ടുകളും എൻ്റെ മനസ്സിൻ്റെ കഴിഞ്ഞ കാലം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, സംഗീത സംവിധായകനാണ് ദേവരായൻ മാഷ്. അതൊരു വലിയൊരു കാര്യവും. അതായത് തിക്കുറിശ്ശിയേട്ടൻ മരിക്കുന്ന മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കും. ആ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവുള്ളൂ, എന്നാൽ മാത്രമേ ആ ജീവിതത്തിനൊരു സുഖമുള്ളൂ. ഞാൻ ഇന്നും രാവിലെയോ വൈകുന്നേരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ പഴയ പാട്ടുകളാണ് കേൾക്കുന്നത്. അതെന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ 300 സിനിമകൾക്ക് മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്ന ആ റെക്കോർഡ് ഇനി ജീവിതത്തിൽ ഒരു മനുഷ്യന് തകർക്കാൻ പറ്റില്ല. മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു കൊടിയാണ്. ആ കൊടി ദേവരായൻ മാസ്റ്റർക്ക് അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു കൊടി ഇനി അനക്കാൻ പോലും ഇനി ആർക്കും കഴിയില്ല മലയാള സിനിമയുടെ ചരിത്രത്തിൽ. ഈ ആദ്യകാലത്ത് സിനിമ കണ്ടു കിടന്ന കാലം നമ്മൾ സ്കൂൾ കാലം തൊട്ട് തുടങ്ങും ഈ ഓർമ്മകൾ. അവിടെ പലരും ഇൻക്ലൂഡിങ് ഞാൻ പോലും ഞങ്ങളുടെ സ്കൂൾ കാലത്ത് വിചാരിച്ചിരുന്നൊരു സത്യമാണ്, വയലാർ ദേവരായൻ എന്ന് പറഞ്ഞാൽ ഒരാളാണെന്നാണ് വിചാരിച്ചിരുന്നത്. കാര്യം എപ്പോഴും നമ്മൾ റേഡിയോയിൽ കേൾക്കുന്നത് വയലാർ ദേവരാജൻ എന്നാണ്. അപ്പോൾ ഈ 2 പേരാണെന്നുള്ള ഒരു ബോധം വരാൻ കുറേ സമയമെടുത്തു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായ സ്കൂളിലുള്ള പലർക്കും, കേരളത്തിൽ തന്നെ ഉള്ള പലർക്കും അങ്ങനെ സംശയം അധികാലത്ത് ഉണ്ടായിരുന്നു. അതൊരു കോമ്പിനേഷൻ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് കോമ്പിനേഷൻ. ദേ ഹാവ് മെയ്ഡ് വണ്ടർഫുൾ സോങ്സ്. അത് മലയാള സിനിമ ചലച്ചിത്രങ്ങളുടെ ശാഖയുടെ എന്താ പറയുക, ഒരു വലിയ ആഭരണപ്പെട്ടിയാണ്. അതിന് വലിയൊരു ആഭരണപ്പെട്ടി ഇനി ചമച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.